ഓട്ടപ്പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജല. നല്ല മൂടല്ലേ? ഓട്ടപ്പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജല. ഓട്ടപ്പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജല. ആരാണ് ചോദിക്കുക? ഇവിടെയാ മൈക്ക് ഇവിടെ. ഹലോ 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 ഹലോ. അതെ ശരി. ഇതെന്താണ് ഷോക്ക്? അതെ കൂടെ ഉള്ളതാ. വേണ്ട വേണ്ട. പൃഥ്വിരാജ് ഏട്ടാ റെഡി അല്ലേ? രഞ്ജിത്ത് ഏട്ടാ ഓക്കെ. പൃഥ്വിരാജ് റൗഡി അല്ലേ? രഞ്ജിത്ത് ഏട്ടാ ഓക്കെ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഓക്കെ, നമുക്കിപ്പോൾ അറിയാം സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സിനിമയിൽ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ചില ആൾക്കാർ അങ്ങനെ അധികം ഫേമസ് ആവാറില്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. അങ്ങനെ നമുക്ക് അവരെക്കുറിച്ചൊന്നും അങ്ങനെ അറിയാറില്ല, അവരങ്ങനെ ഫേമസ് അല്ല. പക്ഷേ ചില ആൾക്കാർ കുറച്ച് കൂടുതൽ ഫേമസ് ആണ്. നമുക്ക് അവരെക്കുറിച്ച് എന്ത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അമിതാഭ് ബച്ചൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേർക്ക് അറിയാം അമിതാഭ് ബച്ചൻ്റെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോണ ഫിലിം? അറിയോ ആർക്കെങ്കിലും? അതുപോട്ടെ, ശരി, നമ്മുടെ പൃഥ്വിരാജ് ഏട്ടൻ്റെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോണ ഫിലിം അറിയില്ല? നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവർക്കും അറിയോ? ഇപ്പോഴാണ് നീ വിഷയത്തിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ സന്തോഷ് പണ്ഡിറ്റിന്റെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോണ ഫിലിം ഏതാ അറിയോ? ഈ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മലയാള ഫിലിമിനെ തന്നെ വൺ മാൻ ഷോ ആക്കി മാറ്റിയ ഒരാളാണല്ലോ ഇദ്ദേഹം. ഇപ്പോൾ ഒറ്റ സിനിമ എടുത്തിട്ട് തന്നെ ഒറ്റയടിക്ക് ഫേമസ് ആയി. അപ്പോൾ നീ എന്താടി കളിക്കണത്? അപ്പോൾ എന്താണ് ഈ സന്തോഷ് പണ്ഡിറ്റ് അപ്രോച്ച് ടു ദ ഫിലിം? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ രണ്ടുപേരെയും അഭിപ്രായം? എന്താണ് അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്? ഇവളാള് കൊള്ളാമല്ലോ. പിന്നെ രാജേട്ടാ, ഒരു ദിവസം പെട്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ് വന്നിട്ട് രാജേട്ടനെ അഭിനയിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും രാജേട്ടൻ്റെ പ്രതികരണം? അഭിനയിക്കാൻ പോവോ? ഇവിടെ കൊള്ളാം, പൂട്ടി. ഇനി അക്കൗണ്ട് തുടങ്ങാതിരിക്കാൻ പറ്റത്തില്ലോ. അതിന് ശരി പുളിക്കും. വക്കീല് കണ്ടോ ആരാരെ പൂട്ടുവന്നു. ആ ചോദ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഈ സന്തോഷ് പണ്ഡിറ്റ് എന്നല്ല ആർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളുടേത് എന്ന് അവകാശപ്പെടാവുന്ന ഒരു സൃഷ്ടി സിനിമയിൽ ഉണ്ടാക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ആണെങ്കിലും സ്റ്റീവൻ സ്പീൽബർഗ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും എനിക്കൊരു സിനിമ എടുക്കണം എന്ന് തോന്നിയാൽ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. സന്തോഷ് പണ്ഡിറ്റിന് സിനിമ എടുക്കണമെങ്കിൽ അയാൾക്ക് സിനിമ എടുക്കാം. അങ്ങനൊരു സിനിമ ഉണ്ടായി, അത് കാണണോ കാണാതിരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കും എനിക്കുമുണ്ട്. അത് കാണുന്നത് തെറ്റാണെന്നോ കാണാതിരിക്കുന്നത് തെറ്റാണെന്നോ അല്ല ഞാൻ പറയുന്നത്. അയാളൊരു സിനിമ എടുത്തു, ആ സിനിമ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടു. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവിടെ ആരും കുറ്റക്കാരൊന്നുമല്ല. സന്തോഷ് പണ്ഡിറ്റിന് നല്ലതെന്ന് തോന്നിയൊരു സിനിമ അയാൾ സൃഷ്ടിച്ചു, അത് അയാൾ തിയേറ്ററുകളിൽ എത്തിച്ചു, നിങ്ങളത് കണ്ടു. ആ സിനിമയുടെ മുടക്കുമുതൽ വെച്ച് എൻ്റെ ഊഹം അതൊരു വലിയ ഹിറ്റായിരിക്കുമെന്നാണ്. കാരണം ഇത്രയും ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കാണും. അപ്പോൾ സത്യത്തിൽ ഇവിടെ വിജയിച്ചത് സന്തോഷ് പണ്ഡിറ്റ് തന്നെ. അപ്പോൾ മേ ബി ഏതോ ഒരു ലെവലിൽ അയാളുടെ സൃഷ്ടി നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ പഴയ ചില ആഡ് ഫിലിംസ് എല്ലാവരും കളിയാക്കും. നമ്മൾ അയ്യോ അതെന്താണ് അങ്ങനത്തെ ആഡ്. പക്ഷെ കളിയാക്കുകയാണെങ്കിലും അതിന് ഭയങ്കര ഒരു റീച്ച് ഉണ്ടാവും. എല്ലാ മിമിക്രിക്കാരും എല്ലാ സ്റ്റേജ് ഷോസിലുമൊക്കെ ഉപയോഗിച്ച് പഴകിപ്പോയ ഒരു ഇതാണ് വന്നല്ലോ വനമാല എന്ന് പറയുന്ന സിനിമകളിൽ പോലും. പക്ഷെ അതുകൊണ്ടെന്നാണ് വനമാല എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അത് എവിടെയോ അതിൻ്റെ ഉദ്ദേശം നിറവേറ്റി എന്നാണ് അത് പറയുന്നത്.
സോ സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ എടുക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണ്? ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സിനിമ കണ്ടിരിക്കണം. എങ്ങനെയെന്ന് എനിക്കറിയില്ല, അയാളുടേതായ മാർഗത്തിലൂടെ അത് അയാൾ സാധിച്ചെടുത്തു. രണ്ടാമത്തെ ചോദ്യം, സന്തോഷ് പണ്ഡിറ്റ് എൻ്റെ അടുത്തൊരു കഥ പറയാൻ വരികയാണെങ്കിൽ ആര് കഥ പറയാൻ വന്നാലും കേൾക്കാൻ തയ്യാറാകുന്ന ഒരാളാണ് ഞാൻ. ഒരു പുതിയ സംവിധായകനാണെങ്കിലും ആരാണെങ്കിലും. അത് കലക്കി അത് കലക്കി. സന്തോഷ് പണ്ഡിറ്റ് ഒരു കഥ എഴുതി അത് പൃഥ്വിരാജ് കഥയൊന്ന് കേൾക്കണം എന്ന് എൻ്റെ സമയം ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ക്രിയേറ്റർ ഒരു ആക്ടർ എന്നുള്ള ഏക ബന്ധം വെച്ച് അയാളുടെ കഥ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 100% ഞാൻ യോജിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിനയിക്കാനും അതെൻ്റെ തീരുമാനം. കഥ കഴിഞ്ഞ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ കഥ, അതിൻ്റെ തിരക്കഥ, ആരൊക്കെയാണ് ആ സിനിമ, അവിടെയാണ് ഒരു കഥ ഒരു പ്രോജക്റ്റ് ആവുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, രഞ്ജിത്ത് ചേട്ടാ, വളരെ വ്യക്തമായ ഭാഷയിൽ രാജു അത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ആ ചോദ്യം ഉയർത്തിയ പെൺകുട്ടി തന്നെ അമിതാഭ് ബച്ചൻ്റെ അടുത്ത സിനിമയുടെ പേരറിയാമോ? ഇല്ല. രാജുവിൻ്റെ അടുത്ത സിനിമയുടെ പേരറിയാമോ? ഇല്ല എന്ന് പറയുന്നു. ഈ പറയുന്ന പണ്ഡിറ്റിൻ്റെ സിനിമയുടെ അടുത്ത പേരറിയാമോ? ആൾക്കാർ വിളിച്ചു പറഞ്ഞു. അതിനർത്ഥം അയാളുടെ സിനിമകൾ കാത്തിരിക്കുന്ന കുറേയധികം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അയാൾക്കും നിങ്ങൾക്കും നല്ലത് അദ്ദേഹത്തിൻ്റെ അടുത്ത കലാസൃഷ്ടി തിയേറ്ററുകളിൽ എത്തട്ടെ. ഈ കൂട്ടത്തിൽ തന്നെ ആവേശം ജ്വലിക്കുന്ന മുഖങ്ങളുമായ ആൾക്കാർ കാത്തിരിപ്പുണ്ട്. ഈ പ്രോഗ്രാം കാണുമ്പോൾ അയാൾക്കും അതൊരു പ്രചോദനമാവട്ടെ. ഓക്കെ, ഞാൻ പോകുന്നു. ബൈ ബൈ. നല്ല മൂടല്ലേ? പാത്രത്തിൽ ഞണ്ടു വീണ ലൊടലൊടലൊടല, മഴ പെയ്തു വെള്ളം വീണ ജല ജല ജല.